ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. നോമ്പായതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വേണമല്ലോ. ഞാൻ മാറ്റി നിൽക്കുന്നുണ്ട്, എവിടെക്കോ പൂവാച്ചിട്ട് വന്നത് അതിൻ്റെ അടുത്തേക്ക് ഒന്നെ മാറ്റിയിട്ടില്ലല്ലോ. അവനെ ഞാൻ പിന്നെ കൊണ്ടുപോകുന്നില്ല, സ്കൂട്ടിയിൽ വെറുതെ കാറ്റടിച്ച് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത്. പിന്നെ ഇവിടെ ആക്കി പോയാൽ മതി എന്ന് പ്രീമിയം പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ നോക്കിക്കോളും ഞാൻ വരുന്നവരെ. അവനാണെങ്കിൽ ഇവരുടെ അടുത്താണെങ്കിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വരുന്നവരെ അവരവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തർ ഇരുന്ന് കളിച്ചോളും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അവനവിടെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് പോകുന്നത് എന്ത് സർപ്രൈസ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റംസാനിൽ ഒരുപാട് ഹാമ്പേഴ്സ്, ഖുറാനും മുസല്ലൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹാമ്പേഴ്സ് സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലൊരു ചെറിയൊരു ഹാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനാണ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നതാണെന്ന്. അല്ല, ഞാനല്ല, എൻ്റെ ഫ്രണ്ടാണ്. അവളെന്നോട് പറഞ്ഞാൽ അവളെ കൂടെ വരാൻ പറ്റുമോ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പോയതാണ് ഞാൻ. ഇതാണ് സുമീന്ന് ഞാൻ വിളിക്കും. അപ്പോൾ ഇവളാണ് ഈ ഹാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവളെന്നോട് വിളിച്ചിട്ട് ചോദിച്ചു വരാൻ പറ്റുമോ നമുക്കിതൊന്ന് കൊണ്ടു കൊടുക്കാനുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോവാന്ന്. അപ്പോൾ ഇത് രണ്ടാൾക്കുള്ള ഹാമ്പറുണ്ട്. ഒന്ന് ആളുടെ ഉമ്മാക്കും ഒന്ന് ആളുടെ വൈഫിനുമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടി ഉണ്ട്, നടുവിൽ അവളെ മോനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോവുമായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് സാധാരണ സർപ്രൈസ് ആയിട്ടാണല്ലോ കൊടുക്കാന്ന്. പിന്നെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സർപ്രൈസ് ആവണ വീഡിയോ വേണോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് വെച്ചിട്ട് പോവാം, മാസ്ക് വാങ്ങിയിട്ട് പോവാം, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അല്ലല്ല, നമുക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എന്നോട് പറയണേ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ താത്താൻ്റെ വീട്, അവൾക്ക് ഇനി അറിയാം എൻ്റെ കുട്ടിനെ അറിയാമെന്ന്. അപ്പോൾ പിന്നെ സർപ്രൈസ് അവളെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, അവളെന്തായാലും ഹാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അവളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ച് അന്നില്ലാത്ത കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുണ്ട്. അന്തക്കുറവുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ടാളും ഇത്ര കമ്പനി ആയത്. അങ്ങനെ അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഞാൻ വരുന്ന വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ അവളെ കയ്യിൽ ഉണ്ടായിട്ടാണ് വഴി തെറ്റിച്ച് പറഞ്ഞത്. പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ ആനക്കരയാണിത്. പക്ഷെ നമുക്ക് അധികം സ്ഥലമൊന്നും അറിയാത്തതുകൊണ്ടേ, ചെറിയ ഊട് വഴിയൊക്കെ അല്ല, നമുക്ക് അറിയാത്തതുകൊണ്ട് ലൊക്കേഷൻ നോക്കിയിട്ടാണ് വന്നത്. ഇൻസ്റ്റയിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. ഇതെല്ലാം കേട്ടിട്ട് ലാസ്റ്റാണ് അവളോട് പറഞ്ഞത് അവർക്ക് ഇന്നെ അറിയാം, ഈ ഒറ്റയ്ക്ക് പോയി കൊണ്ടുകൊടുത്തോ നിന്നോട്. അത് പിന്നെ വിചാരിച്ച് ഞങ്ങൾ രണ്ടാം കൂടിയിട്ട് ഞങ്ങൾ പോവാന്ന്. അതിലെങ്കിൽ ഞങ്ങൾ വല്ല ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോയില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിരി വരും. അതുകൊണ്ടാണ് ഞാൻ അവളോട് ആദ്യം തന്നെ പറഞ്ഞത് മാസ്ക് ഇട്ടിട്ട് പോകാമെന്ന്. പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണതിൽ താല്പര്യമില്ല. അതായത് അവരുടെ ഫേസ് വീഡിയോ ഒക്കെയാണ്, അവരുടെ ഫേസ് കാണിക്കണ്ടെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റീൽസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഫോൺ ഓണാക്കി വെച്ചപ്പോൾ അവൾക്കറിയാമല്ലോ അതാ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ ഫേസ് ഇടണ്ട കേട്ടോ, ഫേസ് ബ്ലറാക്കിയിട്ട് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനില്ല എന്ന് വെച്ചിട്ട് തന്നെ നമ്മളധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് വൈകുന്നേരം കൊടുക്കണമെങ്കിൽ രാവിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് വെക്കുകയാണത്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, അവരോട് സംസാരിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ഐബി പിന്നെ അവിടുത്തെ കുട്ടീനായിട്ട് ഇതേ ജീപ്പിലൊക്കെ കയറിയിരിക്കുകയായിരുന്നു. അവരുടെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അവർ ശരിക്കും നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിനെ കാണാൻ വന്ന് അപ്പം കണ്ട് കയറിയത് അതിൻ്റെ അടുത്ത വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ശരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടേ അവരോട് പറഞ്ഞു ഇങ്ങനെ അടുത്ത ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ വന്നതാണ്. അപ്പോൾ അവിടെ വീട് ഞാൻ പറഞ്ഞു ഇവിടെ അടുത്താണ്. അപ്പോൾ കുട്ടിയുടെ പേരെന്താ, എന്താ ജോലി, നമുക്കുണ്ടാ വല്ലതും പറയാൻ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് പറയണ്ടേ. ആദ്യം പിന്നെ കുറച്ച് തപ്പി പിടിച്ചിട്ട് പിന്നെ ഓക്കെ അങ്ങനെ സംസാരിച്ച്. പിന്നെ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ കാര്യം പറഞ്ഞു, എന്താ പറയുക, നമ്മൾ വെറുതെ പറഞ്ഞതാണ്, നമ്മൾ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണ്, വേറെ എനിക്കിവിടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അവിടെ സംസാരിച്ച് അവിടെ നിന്ന് പോന്ന്. ഇനി ഇവളെ ഐബിനെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അതിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, കറിയൊന്നും ഉണ്ടാവില്ല വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ ഹാമ്പർ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.